നമ്മളിപ്പോൾ ആദ്യം ടോപ്പ് സ്റ്റേഷനിലാണ് വന്നത് കേട്ടോ. ടോപ്പ് സ്റ്റേഷനിൽ ഇത് കണ്ടില്ലേ, ഭയങ്കര ഇതാണ് കേട്ടോ, കോടയാണ്, പുക പോലെ. ഇത് കണ്ടില്ലേ, ഇത് ടോപ്പ് സ്റ്റേഷനാണ്. അപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ, ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്, കുറേ വണ്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ടോപ്പ് സ്റ്റേഷനിലാണ് വന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടോപ്പ് സ്റ്റേഷനിലോട്ട് വന്നത്. അപ്പോൾ ആദ്യം ഇവിടെ എൻജോയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി സ്ഥലങ്ങളിൽ തിരക്കില്ലാതെ പോകാമെന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് നമ്മൾ ആദ്യം ടോപ്പ് സ്റ്റേഷനിലോട്ട് വന്നത് കേട്ടോ. ഭയങ്കര കോടയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലാണ് ടോപ്പ് സ്റ്റേഷൻ വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നമുക്ക് റൂട്ട് ഈ വട്ടവട പോകുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 13-14 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് വട്ടവട പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടോപ്പ് സ്റ്റേഷൻ വന്ന് ലാസ്റ്റ് എൻഡ് ആകുമ്പോൾ ഇവിടെ വാച്ച് ടവർ എൻട്രി ഉണ്ട്, വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 20 രൂപ ഫീസ് ഉണ്ട്. ഓപ്പണിങ് 8 മണി മുതൽ 6 മണി വരെ. അപ്പോൾ ഈ കാണുന്നതുണ്ടോ, ഇതാണ് ആ വാച്ച് ടവർ എന്ന് പറഞ്ഞാൽ. അവിടെ നിന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂ കാണാമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ വന്നപ്പോൾ കണ്ടില്ലേ, ഇത് കോട നിറഞ്ഞു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് കോട വരും, ചില സമയത്ത് കോട പോവും. അപ്പോൾ കോട ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ആ വ്യൂ കാണാൻ പറ്റും. നമ്മളിപ്പോൾ അതേ ടോപ്പ് സ്റ്റേഷൻ്റെ ആ വാച്ച് ടവറിൻ്റെ മുകളിലെത്തിയേട്ടാ. ഇവിടെ കുറേ കുരങ്ങുകൾ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ശല്യമാണ്, നോക്കിക്കൊണ്ട് നടന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ തിന്നണ്ട, ചിലപ്പോൾ ഡേഞ്ചറാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, വാച്ച് ടവറിൽ നിന്നുള്ള വ്യൂ ആണേ. ഞാൻ പറഞ്ഞില്ലേ, കോട നിറഞ്ഞിട്ട് നമുക്കൊന്നും കാണാൻ പറ്റാത്ത ഒരിതിലാണ്. ധാരാളം പേര് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് ഇതേപോലുള്ള കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ചോളം, മാഗി ഓംലെറ്റ്, ബ്രെഡ് ഓംലെറ്റ്, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കടകളും ഇതൊക്കെ ഉണ്ട്. ഇത് കണ്ടല്ലേ, ഭയങ്കര വൈബാണ് കേട്ടോ. ഇവിടെ കുറേ പേര് ഭയങ്കര എൻജോയ്മെൻറ്റിലൊക്കെയാണ്. പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്, എൻ്റെ തൊണ്ടയൊക്കെ ഇടറി തുടങ്ങി, വായിൽ നിന്നൊക്കെ പുകയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കണ്ടില്ലേ, ഇവിടെ നമ്മൾ വെച്ചേക്കണ നോക്കി, വെളിച്ചെണ്ണയുടെ ഇതാ വെച്ചേക്കണ കേട്ടോ. വെളിച്ചെണ്ണ തണുപ്പായിട്ട് കട്ടിയാക്കണുണ്ട് വെളിച്ചെണ്ണ. നമ്മൾ ചിന്നക്കനാല് പോകുമ്പോൾ അവിടെ ഏറ്റവും മുകളിൽ നിന്ന് ഗ്യാപ്പ് റോഡിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും കാണൂലേ നമ്മുടെ ആനയിറങ്കൽ ഡാം. അവിടെ നിന്ന് ഒരു വലിയ ഡാമിൻ്റെ വെള്ളം നിറഞ്ഞെടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതേ അവിടെ ഡാമിൻ്റെ അവിടെ ബോട്ടുണ്ട്. ആ ഒരു ബോട്ടിലാണ് ഞാൻ കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പാർക്ക് പോലെയുണ്ട് കേട്ടോ നമ്മളിവിടെ ആനയിറങ്കൽ. നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ പാർക്കിൻ്റെ അവിടെ, അതാണ് പാർക്കിൻ്റെ ഏരിയ. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇത് ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പറയുന്നുണ്ടായിരുന്നു, ബോട്ടിങ് എന്തോ ഇല്ലയെന്ന് പറയണ്ടായിരുന്നു. ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊണ്ടായിരിക്കും. ബോട്ട് 2-3 ഇവിടെ കിടക്കുന്നുണ്ട്. സ്പീഡ് ബോട്ടാണ്. അപ്പോൾ മിക്ക ഈ പറയുന്ന ഈ വെള്ളത്തിൻ്റെ സ്ഥലങ്ങളിലും ഇതുപോലെ ബോട്ടിൻ്റെ ഇതുകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ആനയിറങ്കൽ ഡാമിൻ്റെ വേറൊരു സൈഡാണ് കേട്ടോ. അവിടെ ഒരു ചേട്ടൻ ചൂണ്ടയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അതുപോലെ കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ചൂണ്ടയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇവിടെ ഫെൻസിങ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല അടിപൊളിയുള്ള സ്ഥലങ്ങളുണ്ട്. കുറച്ച് ഊഞ്ഞാലുകളും പാർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ടില്ലേ ബോട്ടിങ് ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു എന്തുകൊണ്ടാണ് ബോട്ടിങ് ഇല്ലാത്തതെന്ന്. നമ്മുടെ അരിക്കൊമ്പൻ ഉണ്ടല്ലോ, അരിക്കൊമ്പൻ നാട്ടിലോട്ട് ഇറങ്ങി അങ്ങനെ. അപ്പോൾ അത് ഈ ബോട്ടിങ് കാരണം ആനകൾക്ക് ബുദ്ധിമുട്ട് വരുന്നു എന്നൊക്കെ ഉള്ള എന്തോ പരാതി ഇതൊക്കെ ഉണ്ട്. കോർട്ടിൻ്റെ എന്തോ സ്റ്റേയോ കാര്യങ്ങളൊക്കെ വന്നു. അതുകൊണ്ട് രാവിലെ 4:30 മണി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊളുക്കുമല പോകാനായിട്ട് എല്ലാവരും റെഡിയായി. നമ്മുടെ ഇതേ ജീപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു ജീപ്പ് റെഡിയായി, അടുത്ത ജീപ്പ് റെഡിയായി, ഇത് അടുത്ത ജീപ്പ് അവിടെ നിന്ന് പോകും. അപ്പോൾ 3 ജീപ്പിലാണ് ഞങ്ങൾ പോകണം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ എന്നുള്ള സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇതെല്ലാം ഇത്രയും ജീപ്പുകൾ, ഏകദേശം 300ഓളം ജീപ്പുകളുണ്ടെന്ന് പറയണം. നമ്മളിപ്പോൾ സമയം 5 മണി ആകാൻ പോകുന്നു.
അതായത് ഫസ്റ്റ് ബാച്ചാണ് 4:30 മണിക്ക്, ഈ പറയുന്ന 4:30 മണി തൊട്ടെന്നുള്ളതിലാണ് ഫസ്റ്റ് ബാച്ച് പോയി തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഒരു 6 മണി കഴിയുമ്പോൾ എത്തും. സൺറൈസ് കാണുക എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ ഈ പറയുന്ന പ്രകാരം നല്ല കോടയുണ്ട്. അപ്പോൾ സണ്ണ് കാണാനുള്ള എന്തായിരിക്കും എന്നുള്ളത് അവിടെ ചെന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന വണ്ടികൾ 8 മണിക്ക് കൃത്യം അവരിറങ്ങും. കാരണം വെച്ചാൽ നെക്സ്റ്റ് ബാച്ചിന് കയറണമെങ്കിൽ ഇവരിറങ്ങിയാലാണ് അടുത്ത ബാച്ചിന് കയറാൻ പറ്റത്തുള്ളൂ. വണ്ടികളും നിരയായിട്ട് ക്യൂവിൽ കിടക്കുകയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മുടെ വണ്ടിയാണ് ഈ ഫ്രണ്ടിൽ കിടക്കുന്നത്. ഇവിടെയൊക്കെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുക. ഇവിടുന്ന് ആ വണ്ടി പോകുന്നുണ്ട്, ഇപ്പോൾ പോയത് ആ വണ്ടി പോകുന്ന ആ റൂട്ടിലോട്ടാണ് നമ്മുടെ ആ കൊളുക്കുമലയിലോട്ടുള്ള റൂട്ട്. ഇത് കണ്ടോ, നമ്മളിപ്പോൾ 7 കിലോമീറ്റർ ഓഫ് റോഡായിരുന്നത്. ഇത് കണ്ടില്ലേ, ഭയങ്കര ഓഫ് റോഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആ സിംഗപ്പാറ എന്ന് പറയുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെ എത്തി. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് 6 മണി കണ്ടില്ലേ. അപ്പോൾ ഈ സൺറൈസിൻ്റെ ടൈമാണ്. അപ്പോൾ ഞങ്ങൾ ഒരു വണ്ടി ഇപ്പോൾ എത്തി, ബാക്കി വണ്ടികളൊക്കെ കയറിക്കൊണ്ടിരിക്കുക. ഇനി ഇവിടെ നമ്മളിത് കയറിക്കൊണ്ടിരിക്കേണ്ട താഴത്തൊക്കെ നോക്കിയേ, ക്ലൗഡ് ബെഡ്. സണ്ണ് അവിടെ നിന്നായിരിക്കും അല്ലേ? ആ, ഇവിടെയൊക്കെ ആൾക്കാരും കുറേ ഉണ്ട് കേട്ടോ. നമ്മളും കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴത്തൊക്കെ അഗാധമായ കൊക്കയാണ് കേട്ടോ. ആൾക്കാർ മുകളിലോട്ട് ആ ഒരു ടൈഗർ റോക്ക് ഉണ്ട്, അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, സൺറൈസ് കാണാൻ വേണ്ടി വന്നേക്കുന്ന ആളുകളുടെ കൂട്ടം ഉണ്ടാ. ഇവിടെ കൂട്ടത്തെല്ലാം നടക്കണമെന്ന് തോന്നുന്നു. സണ്ണിപ്പോൾ വരും എന്നുള്ള പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു എല്ലാവരും. ഇതുണ്ടോ, സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ടും കുറേ ദൂരത്തിൽ ആൾക്കാരുണ്ട്. സണ്ണ് ഈ സൈഡാണോ വരുന്നത്, ഇനി ഈ സൈഡാണോ ഒന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഇപ്പോൾ 6:10 അവിടുന്ന് കോട വരുന്നുണ്ട് കേട്ടോ. കോട വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സണ്ണ് മറയാനാണ് സാധ്യത. ഇപ്പോൾ 6:20 നമ്മളിപ്പോഴും സൺറൈസിൻ്റെ വെയിറ്റിങ്ങിലാണ്. ഇതുവരെ സണ്ണിനെ എവിടെ ഒന്നും കണ്ടു കിട്ടിയിട്ടില്ല. ഈ സൈഡിലൊന്നും കാണുന്നില്ല. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അവിടെ നിന്ന് ഭയങ്കര ദൂരത്തു നിന്നാണ് വന്നത്. അവിടെ നിന്ന് തൊട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വെയിറ്റിങ്ങിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കാണ് നമ്മൾ ആ ഒരു ടൈഗർ റോക്ക് എന്ന് പറയുന്നത് വരുന്നത്. അങ്ങോട്ട് ഇറങ്ങി കുറച്ച് റിസ്ക്കിയാണ് കേട്ടോ ഇവിടെയൊക്കെ. ഇതിൻ്റെ ഇപ്പുറ സൈഡിലുള്ള വ്യൂ ആണൊക്കെ, അതൊക്കെ അടിപൊളിയാണ്. ഇതിലെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഭാഗ്യമാണ് ശരിക്കും. ഇതെന്ന് വെച്ചാൽ കോട വന്നിട്ടുണ്ടെങ്കിൽ ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ചാർലി എന്ന് പറഞ്ഞ പടം ഉണ്ടല്ലോ, ദുൽഖർ സൽമാൻ്റെ ആ പടം, അത് മീശപ്പുലിമല എന്നാണ് പറയണത്. പക്ഷെ ആ പടത്തോടു കൂടിയാണ് ഇവിടെ ഭയങ്കര ഒരു തിരക്ക് കൂടിയതെന്നാണ് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ വേൾഡിലെ തന്നെ ഹയസ്റ്റ് ടീ പ്ലാന്റേഷനാണ് ഇവിടെ വരുന്നത്. അതായത് ഹാരിസൺ മലയാളം എന്ന് പറയും. അപ്പോൾ ഇവർക്ക് ഈ വരുന്ന എൻട്രി ഫീ ആയിട്ട് തന്നെ, പണ്ട് ആരും വരാതിരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു, എൻട്രി ഫീ ആയിട്ട് തന്നെ ഓരോ വണ്ടിക്ക് 600 രൂപ വെച്ചിട്ട് അവർക്ക് ഭയങ്കര വരുമാനമൊക്കെയാണ് കിട്ടണമെന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ പ്ലേസ് വരുന്നത് തമിഴ്നാടാണ്. ഇത് ശരിക്കും തമിഴ്നാടാണ്. അപ്പോൾ അവർക്കും അതിൻ്റെ വരുമാനം കിട്ടുന്നുണ്ട്. ഇപ്പോഴും എല്ലാവരും സ്റ്റിൽ വെയിറ്റിങ്ങിലാണ് കേട്ടോ. പക്ഷെ ഇവിടെ നേരത്തെക്കാളും കോട നിറഞ്ഞു കണ്ടില്ലേ. നേരത്തെക്കാളും ആ വ്യൂ ഒക്കെ മറഞ്ഞു. നമ്മൾ ആ നേരത്തെ അവിടെ ഒരു ഓറഞ്ച് പോലെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. എനിക്ക് തോന്നണ സൺറൈസ് കാണാൻ ബുദ്ധിമുട്ടാവും തോന്നുന്നു. ഇപ്പം നമസ്കാരം. സണ്ണ് ചതിച്ചളിയാ അല്ലേ? സണ്ണിനെ പ്രതീക്ഷിക്കുന്ന എല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കണം. മഴ തുടങ്ങിയിട്ടാ.
അപ്പോൾ ഞങ്ങളും ഇനി സണ്ണിനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വണ്ടി നമ്മൾ 7 മണിക്കുള്ളിൽ അവിടെ എത്തണമെന്നാണ് പറയണത്. റിട്ടേൺ അവിടെ തിരിച്ച് 8 മണിക്ക് അവിടെ വണ്ടി നമ്മുടെ എത്തണം. ബാക്കി അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർക്ക് അവിടെ നിന്ന് വണ്ടി കയറേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും വണ്ടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തിരിച്ച് റിട്ടേൺ പോകണേണ്. മഴ തുടങ്ങി. ആണെങ്കിൽ 7 കിലോമീറ്ററാണ് ഓഫ് റോഡ് വരുന്നത്. അപ്പോൾ ഇത്രയും ഓഫ് റോഡ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ കൊളുക്കുമല മാത്രമേ ഉള്ളൂ. ഇപ്പം നെല്ലിയാമ്പതിയിലും ഒക്കെ ഇതുപോലെ ഓഫ് റോഡ് ഇതുണ്ട്. പക്ഷെ അതൊക്കെ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. ഇത് 7 കിലോമീറ്റർ നമ്മൾ കണ്ടില്ലേ. അത്രയും ഭയങ്കര ഓഫ് റോഡായിട്ടുള്ള റോഡ് ഇവിടെ കൊളുക്കുമല മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ചുറ്റിയാണ് വരുന്നത് വണ്ടികൾ. മേളിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവിടെ നിന്ന് മേളിൽ നിന്ന് ഇറങ്ങി നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ചുറ്റി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു 7:30 സമയം കഴിഞ്ഞു. നമ്മൾ ആ സ്റ്റാർട്ടിങ് പ്ലേസിലോട്ട് പോവുകയാണ്. നമ്മളെ റിസോർട്ടിൽ അവർ തിരിച്ചു കൊണ്ടുവന്ന് ആക്കി തരും. ഇത് പറഞ്ഞില്ലേ ഹാരിസൺ മലയാളം. ഇതാണ് ഹാരിസൺ മലയാളം തോട്ടം. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നത് സ്കൈലാർക്ക് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചിന്നക്കനാലിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇന്നലെ ആദ്യം പോയത് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ, എറണാകുളത്ത് നിന്ന് ടോപ്പ് സ്റ്റേഷനിലോട്ടാണ് പോയത്. അപ്പോൾ ടോപ്പ് സ്റ്റേഷൻ പോകാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ അവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ടല്ലോ. കുണ്ടള ഡാമുണ്ട്, പിന്നെ എക്കോ പോയിന്റ്, പിന്നെ മാട്ടുപ്പെട്ടി ഡാം. അപ്പോൾ ആദ്യം നമ്മൾ ടോപ്പ് സ്റ്റേഷൻ ആ ഒരു ഏരിയ എപ്പോഴും ബ്ലോക്ക് വരുന്ന ഒരു ഏരിയ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിഫിക്കൽട്ടി ഒഴിവാക്കാൻ ടോപ്പ് സ്റ്റേഷൻ പോയത്. അപ്പോൾ നമ്മളിപ്പോൾ താമസിച്ചത് ഇത് കണ്ടില്ലേ, സ്കൈലാർക്ക് ഹോളിഡേയ്സ് എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് 9 ഏക്കർ അല്ലേ? അപ്പോൾ ഞാനിവിടുത്തെ മാനേജർ സാറുണ്ട്. ഇത് 9 ഏക്കർ വരുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതിൻ്റെ പൂളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ എൻ്റെ ബാക്കിലൊക്കെ ഭയങ്കര എന്താ പറയുക, ഡെവലപ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിലൊക്കെ കാർഡമം പ്ലാന്റേഷൻ ഉണ്ട്. ഇത് നമ്മളെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറേ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ഇത് കണ്ടില്ലേ എൻട്രൻസിൻ്റെ അവിടെ. പിന്നെ ഇത് റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ കുറേ വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു അട്രാക്ഷനാണ് കേട്ടോ ഈ ഒരു റിസോർട്ടിൻ്റെ.
ഇത് കണ്ടില്ലേ, ഉള്ളിൽ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലുള്ള വ്യൂ ആണ്. മരങ്ങൾ ഭയങ്കര നാച്ചുറാലിറ്റി, എന്നുവെച്ചാൽ ഏതോ ഒരു പുള്ളിനെ കൊണ്ട് പണിയിപ്പിച്ചാണ് പറഞ്ഞത്. നല്ല ഒറിജിനാലിറ്റിയും നാച്ചുറാലിറ്റിയും ഉള്ള വർക്കാണ് കേട്ടോ. ഇതൊക്കെ നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു പ്രോപ്പർട്ടിയുടെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്. ഇതൊക്കെ കുറേ വർക്ക് നടക്കുന്ന ബിൽഡിങ്ങുകളാണ് കേട്ടോ. അവിടെ വർക്ക് വരുന്നുണ്ട്, ആയുർവേദിക് സ്പാ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ പറഞ്ഞില്ലേ 100 റൂംസോളം വരുന്ന വലിയൊരു പ്രൊജക്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നതാണ്. നല്ലൊരു പ്രോപ്പർട്ടിയാണ്, നല്ലൊരു ഏരിയ, നല്ല ക്ലൈമറ്റ്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഒരു റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ലക്ഷറിയും, അതായത് ഇതിൻ്റെ നമുക്ക് ഇവിടെ നിന്ന് സീനറികളൊക്കെ നല്ലോണം എക്സ്പോഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഇത് കണ്ടില്ലേ, നല്ലൊരു അടിപൊളി ഇൻറ്റീരിയർ ആയിട്ടുള്ള റൂമാണ്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ. ഇത് തേനി ഇവിടെ നിന്നുള്ള ഏരിയ എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് തേനി പോകുന്ന റൂട്ടാണെന്നാണ് പറഞ്ഞത്. ഇതാ മേളിൽ നിന്നുള്ള ഇതാണ് കേട്ടോ. ഇവിടെ പൂള് വരുന്ന ഏരിയയും അതൊക്കെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. നമുക്കിവിടെ ചിന്നക്കനാലിലെ ഫോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു തേയിലയുടെ ഒരു സ്ഥലമുണ്ട്. നമുക്ക് അവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഈ തേയിലയുടെ സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങി ഫോട്ടോ എടുക്കാം. പലരും ടിക്കറ്റ് എടുക്കാതെ പോകുന്ന വഴിക്ക് ഇങ്ങനെ തേയിലത്തോട്ടം കാണുമ്പോൾ ടിക്കറ്റ് എടുക്കുന്ന പരിപാടി ഉണ്ട്. വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് സേഫായിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പറഞ്ഞില്ലേ നമുക്ക് എടുക്കാം. ഇത് പറഞ്ഞില്ലേ, ഈ കാണുന്നത് കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് ടിക്കറ്റ്. ആ ഒരു ഇത് കണ്ടില്ല, നമ്മൾ ചിന്നക്കനാലിൽ അവിടെ ഫോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി താഴ്ത്തോട്ടൊക്കെ വരാം. തേയില വേണമെങ്കിലൊക്കെ പറിച്ചെടുക്കാം. പിന്നെ അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അവർ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് എടുത്തു തരും. നല്ല അടിപൊളിയായിട്ട് അവർ ക്യാമറയിൽ എടുത്തു തരും. നമ്മളിവിടെ മൂന്നാറിന്ന് അടിമാലിക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഹൈ റേഞ്ച് സിപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് കേട്ടോ. അഡ്വഞ്ചറസ് സിപ്പ് ലൈനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഇത് വേറൊരാൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 500 റുപ്പീസ് അതിന് ചാർജ് വരുന്നുള്ളൂ. പ്ലസ് ഫോട്ടോസോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ അവർ അഡീഷണൽ ഒരു 300 രൂപയും കൂടി എന്നുള്ളതിൽ ചാർജ് ചെയ്തിട്ട് അവർ അടിപൊളിയാണ് കേട്ടോ. നല്ല കുറച്ചൊരു അഡ്വഞ്ചറസ് ആണ്. അതായത് ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ അങ്ങോട്ടും 1/2 കിലോമീറ്റർ ഇങ്ങോട്ടും 1 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരാൾ പോകാൻ റെഡിയാണ് കേട്ടോ.